ആത്മഹത്യ അല്ലെങ്കിൽ മരണവാർത്തകൾ എല്ലായ്പ്പോഴും വളരെ ദുഃഖകരമാണ്. എന്നാൽ ചില ആത്മഹത്യ ശ്രമങ്ങൾ അല്ലെങ്കിൽ വിചിത്രമായ ആത്മഹത്യകളൊക്കെ പലപ്പോഴും കൗതുകം ഉളവാക്കുന്നതാണ്. വളപട്ടണത്ത് ആൺ സുഹൃത്തിനൊപ്പം പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവതി നീന്തി രക്ഷപ്പെട്ടു എന്നതാണ് ഇന്ന് കേട്ട ഒരു വാർത്ത. ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഞായറാഴ്ച രാവിലെ 8 മണിയോടെ 35-കാരിയായ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതായി ഭർത്താവ് ബേക്കൽ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. യുവാവിനെ കാണാനില്ലെന്ന പരാതി തിങ്കളാഴ്ച കിട്ടിയതായി ബേക്കൽ പോലീസ് പറയുന്നുണ്ട്. പോലീസ് പറയുന്നതനുസരിച്ച് പന്തൽ ജോലിക്കാരനായ ഒരു യുവാവിനൊപ്പമാണ് വിവാഹിതയായ ഈ സ്ത്രീ കണ്ണൂരിലേക്ക് എത്തിയത്. വിവിധ സ്ഥലങ്ങളിൽ ഒന്നിച്ച് ചുറ്റിക്കറങ്ങി ഞായറാഴ്ച അർദ്ധരാത്രിയോടെ അവർ വളപട്ടണം പാലത്തിലെത്തി. വാഹന തിരക്ക് കുറഞ്ഞതോടെ പാലത്തിൽ നിന്ന് ആൺ സുഹൃത്തും തൊട്ടുപിന്നാലെ യുവതിയും പുഴയിലേക്ക് എടുത്ത് ചാടി. നീന്തൽ അറിയാവുന്ന ഈ യുവതി ഒടുവിൽ അഴീക്കോട് ബോട്ടുപാലത്തിന് സമീപത്ത് നീന്തിയെത്തി. അവിടെ തോണിയിൽ മീൻ പിടിക്കുവാൻ ആളുകൾ ഇവരെ അവശനിലയിൽ കണ്ടതോടെ കരക്കെത്തിച്ച് പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത യുവതിയെ ബേക്കൽ പോലീസ് പിന്നീട് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി. പുഴയിൽ ചാടിയ ആ യുവാവിനായി അഗ്നിരക്ഷാ സേനയും തീരദേശ പോലീസും മത്സ്യത്തൊഴിലാളികളും വളപട്ടണം പോലീസും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല. ഈ യുവതിയുടെ വാക്കുകേട്ട് ആത്മഹത്യക്ക് കൂടെ ചാടിയ ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അറിയില്ല. യുവതിയാണെങ്കിൽ നീന്തി കരപിടിക്കുകയും ചെയ്തു. മറ്റൊരു സംഭവം ഈ ജൂൺ 5-നാണ് നടന്നത്. കർണാടകയിലെ ഗ്രാമീണരുടെ ഏക ആശ്രമമായ കുടിവെള്ള ടാങ്കിൽ ചാടി BJP നേതാവ് ജീവൻ ഒടുക്കിയതാണ് ആ വാർത്ത. പുത്തൂർ സിറ്റി മുനിസിപ്പൽ കൗൺസിലർ രമേശ് റായ് നെല്ലിക്കാട്ടയാണ് പാണമംഗലൂരിലെ നേത്രാവതി നദിയുടെ തീരത്തിനടുത്തുള്ള കുടിവെള്ള ടാങ്കിൽ ചാടി ആത്മഹത്യ ചെയ്തത്. രാവിലെ 11 മണിയോടെ രമേശ് റായ് പുത്തൂരിൽ നിന്ന് ബൈക്കിൽ യാത്ര ചെയ്ത് പഴയ പാണമംഗലൂർ പാലത്തിനടിയിൽ എത്തി അവിടെ പാർക്ക് ചെയ്തതായി പറയും. തന്റെ ഷർട്ട്, പേഴ്സ്, സ്ലിപ്പറുകൾ, മൊബൈൽ ഫോൺ എന്നിവയെല്ലാം അദ്ദേഹം അവിടെ ഉപേക്ഷിച്ചിരുന്നു. എന്നിട്ടാണ് അദ്ദേഹം കുടിവെള്ള ടാങ്കിലേക്ക് ചാടിയത്. പാലത്തിന് സമീപം ബൈക്കും ചെരുപ്പും ഈ ഷർട്ടുമെല്ലാം കണ്ട നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് നേത്രാവതി നദിയിലാകെ മൊത്തം തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല. പിന്നീട് വൈകുന്നേരത്തോടു കൂടിയാണ് വാട്ടർ ടാങ്കിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. പുഴയോട് ചേർന്ന് ബൈക്കും മറ്റ് സാധനങ്ങളും ഉപേക്ഷിച്ച് കണ്ടപ്പോൾ സ്വാഭാവികമായും പോലീസും നാട്ടുകാരും ആ പുഴയിലാണ് പരിശോധന നടത്തിയത്. എന്നാൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തെരഞ്ഞെടുത്തത് ആ നാട്ടുകാരുടെ ഏക ആശ്രയമായ ഒരേ ഒരു കുടിവെള്ള ടാങ്കായിരുന്നു.